ഈ വരയ്ക്കാൻ തുടങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ തുടക്കക്കാരുടെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഡൗട്ടായിരിക്കും ഏത് കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട് വരച്ചാലായിരിക്കും നല്ല ഭംഗി ഉണ്ടാവുക, അല്ലെങ്കിൽ ഏത് കളർ പെൻസിൽ ഉപയോഗിച്ചാലാണ് നല്ലോണം വരയ്ക്കാൻ പറ്റുക എന്നുള്ള ചിന്തയായിരിക്കും ഒട്ടുമിക്ക എല്ലാവർക്കും ഉള്ളത്. തുടക്കത്തിൽ എൻ്റെയും ഡൗട്ട് ഇതൊക്കെ തന്നെ ആയിരുന്നു. നമ്മളുണ്ടല്ലോ ഈ ആർട്ട് വർക്ക് ഒരിടത്ത് പഠിച്ച് പൂർണ്ണതയിലെത്താൻ പറ്റില്ല. നമ്മൾ മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ആർട്ടിസ്റ്റുകളും വലുതല്ല. ലോകത്ത് ഒരാൾക്കും ചിത്രരചനയിലെ പൂർണ്ണതയിലെത്താൻ പറ്റിയിട്ടില്ല. നമ്മൾ ഓരോ സെക്കൻഡിലും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഇതാണ് എൻ്റെ പെൻസിൽ കളക്ഷൻസ്. തുടക്കത്തിൽ ഞാൻ കുറേ ബ്രാൻഡഡ് പെൻസിലുകൾ ഇങ്ങനെ മേടിച്ച് കൂട്ടി. പല പല കമ്പനികളുടെ പെൻസിലുകൾ മാറി മാറി ഇങ്ങനെ ഉപയോഗിച്ച് നോക്കി. പിന്നെ എനിക്ക് മനസ്സിലായി ഇതിനകത്തങ്ങും യാതൊരു കാര്യവും. നമ്മുടെ കഴിവിനും നമ്മുടെ ക്ഷമയിലും നമ്മളെടുക്കുന്ന പ്രാക്ടീസിലും ഇരിക്കുകയാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ടും നമ്മൾ വരയ്ക്കുന്നതിന് കിട്ടുന്ന ഔട്ട്പുട്ട്. ഈ മെയിൻ കാര്യത്തിലേക്ക് പോകാം. നമ്മളുണ്ടല്ലോ ഏതെങ്കിലും കടയിൽ പോയാൽ, ഇപ്പോൾ കളർ പെൻസിൽ മേടിക്കാൻ പോയാൽ നമ്മളൊരു ബോക്സ് കളർ പെൻസിൽ അങ്ങ് മേടിക്കും. ഒരു 72-80 ഉള്ള കളർ പെൻസിൽ ഒരു സെറ്റോടെ നമ്മൾ മേടിക്കും. അത് ചില ആർട്ടിസ്റ്റുകൾ അങ്ങനെ മേടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കുണ്ടല്ലോ ഇതിനകത്ത് ഉപയോഗിക്കാൻ അധികം വേണ്ടാത്ത കുറേ കളറുകളായിരിക്കും ഉള്ളത്. കുറേ പച്ച കാണും, കുറേ വേണ്ടാത്ത കുറേ കളറുകൾ ഇതുപോലെ കാണും. നമുക്കുണ്ടല്ലോ ഈ പച്ച കളറും നീല കളറും ഒക്കെ അധികം പോർട്രേറ്റ് വരയ്ക്കാനായിട്ട് വേണ്ടാത്ത കുറേ കാര്യങ്ങളാണ്. വേണം, എന്നാലും അത് അത്ര വേണ്ടാത്ത കാര്യങ്ങളാണ്. ഇതുപോലെ പോർട്രേറ്റ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പച്ചയും നീലയൊക്കെ പൊതുവെ ഉപയോഗിക്കുക. ഇതുപോലെ കുറേ പലതരത്തിലുള്ള ബ്രാൻഡ് കളർ പെൻസിലുകൾ മേടിച്ച് വെറുതെ പൈസ കളയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു സെറ്റ് ഓഫ് ബോക്സ് മേടിച്ച് വെക്കുക. ബാക്കി നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് നമുക്ക് സ്കിന്നിന് വേണ്ടുന്ന രീതിയിലുള്ള കളറുകൾ മേടിച്ച് വെച്ചിട്ട് യൂസ് ചെയ്യുക. ഇതെല്ലാം എനിക്ക് അധികം വന്ന പെൻസിലുകളാണ്. ഇങ്ങനെ കുറേ പച്ച കളറുകൾ വേസ്റ്റ് ആയിപ്പോൾ. ഇതുപോലുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ഒരു ബോക്സ് ഫുള്ള് മേടിക്കും, അതിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില കളറുകൾ മാത്രമേ കാണുള്ളൂ. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഇതുപോലെ പല ബ്രാൻഡുകൾ മേടിച്ച് കൂട്ടാതെ ഒറ്റ ബ്രാൻഡ് മേടിക്കുക. ഏതെങ്കിലും ഒരു ബ്രാൻഡ് മേടിക്കുക. സെറ്റ് ഓഫ് 72 സെറ്റ് കളർ ബോക്സ് മേടിക്കുക. ബാക്കി സെപ്പറേറ്റഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക. ഈ വീഡിയോയുടെ റീച്ചും കാര്യങ്ങളും നോക്കിയിട്ട് വേണം അടുത്ത പേപ്പറിനെ പറ്റിയിട്ട് പറയാനായിട്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക.